ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയരെ, നമുക്ക് ഈ വർഷം നേരണം മാരാമൻ ഭദ്രാസനത്തിൻ്റെ കൺവെൻഷൻ ക്രമീകരിച്ച് നടത്തുവാൻ കോണം വലിയവനായിട്ടുള്ള ദൈവം കൃപ നൽകി. ദൈവത്തെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അതോടൊപ്പം തന്നെ ഇവിടെ പല ആളുകൾക്ക് നന്ദി പ്രകാശിപ്പിക്കുകയുണ്ടായല്ലോ. നമ്മളുടെ മാത്യൂസ് അച്ഛൻ്റെ കൂടെ അനീഷ് കുന്നപ്പുഴ, കൂടെ പ്രവർത്തിച്ചതായുള്ള മറ്റ് ആളുകൾ എല്ലാവരും കൂടെ ചേർന്നാകുന്നു ഇതെല്ലാം ഭംഗിയായിട്ട് ക്രമീകരിപ്പാൻ ഇടയായിട്ട് തോന്നുന്നത്. അവർ ചെയ്തതായുള്ള ശുശ്രൂഷയും സേവനത്തെയൊക്കെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്കൊരു കയ്യടി അവർക്കായിട്ട് കൊടുക്കാം. ഈ ദിവസങ്ങളിലെ കൺവെൻഷൻ യോഗങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായിട്ട് ക്രമീകരിപ്പാൻ കാരണം ഇതിൽ വന്ന് സംബന്ധിച്ചതായിട്ടുള്ള എല്ലാവരും വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു എന്നത് മനസ്സിലാക്കുന്നതിനായിട്ട് എനിക്കിടയായിട്ട് തോന്നുന്നു. പ്രിയപ്പെട്ട അച്ഛനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി, വെള്ളിയാഴ്ച ദിവസം വളരെയധികം ആളുകളുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ഇരിക്കുന്നതിനായിട്ട് കസേര പുറത്തു നിന്ന് കൊണ്ടുവരുന്നതും ഇട്ട് കൊടുക്കുന്നതും എല്ലാവരെയും ഇരുത്തുന്നതും എല്ലാം ഞാൻ കാണുകയുണ്ടായി. നമ്മളുടെ അറ്റൻഡൻസ് വളരെ പ്രാധാന്യമറിയിക്കുന്നതായിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ സമയം വേർതിരിച്ച് കൺവെൻഷൻ യോഗങ്ങളിൽ വന്ന് സംബന്ധിച്ചതിൽ നിങ്ങളുടെ ഓരോരുത്തരോടുമുള്ള ഭദ്രാസനത്തിൻ്റെ സഭയുടെയൊക്കെ നന്ദി ഞാൻ ഈ അവസരം അറിയിക്കട്ടെ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവചനം കേൾക്കുവാനായിട്ട് മാത്രമല്ല, നമ്മെ വായിക്കുന്നതായുള്ള ദൈവത്തിൻ്റെ വചനത്തെ ശരിയായ വിധം ഗ്രഹിച്ച് നമുക്ക് ഓരോ ദിവസം നൽകിയതായുള്ള ദൂതിനെ ഉൾക്കൊണ്ടുകൊണ്ട് എപ്രകാരം ജീവിതത്തെ പുതുക്കണം എന്ന് മനസ്സിലാക്കി ജീവിതത്തെ പുതുക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്ന സാഹചര്യങ്ങളാണ് കൺവെൻഷൻ യോഗങ്ങൾ അർത്ഥവത്തായിട്ട് തീരുന്നത്. ഇവിടെ 4 ദിവസം മീറ്റിങ്ങുകൾ ക്രമീകരിച്ചു എന്നുള്ളതിനേക്കാളൊക്കെ ഉപരിയായി എത്ര ആളുകൾ ഒരുമിച്ച് ഈ കൺവെൻഷനിൽ വന്ന് സംബന്ധിക്കുവാൻ തക്കവണ്ണം ഓരോ ദിവസവും താല്പര്യപ്പെട്ടു എന്നത് പ്രാധാന്യം അറിയിക്കുന്നതായിട്ടുള്ള വസ്തുതയാണ്. ഇവിടെ ഇരിക്കുന്ന ആളുകളെക്കുറിച്ചൊക്കെ എനിക്ക് 4 ദിവസവും വന്നു സംബന്ധിച്ചു എന്നൊക്കെ പറയുന്നതിനായിട്ട് സാധിക്കുകയില്ല. നമ്മളുടെ കൺവെൻഷൻ്റെ ഓരോ മീറ്റിങ്ങുകളും പ്രാധാന്യം അറിയിക്കുന്നതായിട്ടുള്ള മീറ്റിങ്ങുകളാണ്. ആ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുന്ന അവസരത്തിൽ നമ്മളുടെ കുടുംബമായി ചേർന്ന് വന്ന് കൺവെൻഷൻ യോഗങ്ങളിൽ സംബന്ധിക്കുവാനായിട്ട് സാധിച്ചു എന്ന് പറയുവാൻ ഇടയാവുന്നതല്ലേ ദൈവത്തിനെ മഹത്വം കരയറ്റുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്. നമ്മുടെ സഭയിലെ യാക്കിം മാക്കൂറിലെ സഫർഗൻ മെത്രാപ്പോലീത്ത തിരുമേനി ഒരു ദിവസം നമ്മോട് ഒന്നിച്ചുണ്ടായിരുന്നു. ജോസഫ് ബർണബാസ് സഫർഗൻ മെത്രാപ്പോലീത്ത തിരുമേനി ഇന്നിവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളോടെല്ലാം ചോദിക്കുന്നതായിട്ടൊരു ചോദ്യമുണ്ട്, എവിടെ നമ്മളുടെ കുഞ്ഞു മക്കൾ എന്നുള്ളത്. കുഞ്ഞുങ്ങൾക്കായിട്ടൊരു പ്രത്യേക യോഗമുണ്ടായിരുന്നു സൺഡേ സ്കൂൾ സമാജത്തിൻ്റെ പേരിൽ എന്നുള്ളത് ശരിയാണ്. എന്നാൽ നമ്മളുടെ ഒരു രീതി സകുടുംബമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോവുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സഭയെക്കുറിച്ച് ഇത് കുടുംബങ്ങളുടെ കുടുംബമാണ് എന്ന് പറയുവാൻ കൊണ്ടിടയാവുന്നത്. കുഞ്ഞുങ്ങളും യുവജനങ്ങളും മധ്യവയസ്കരും പ്രായമുള്ളവരും എല്ലാം വന്ന് സംബന്ധിക്കുന്നതായുള്ളൊരു മീറ്റിങ്ങാണ്. ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഇന്ന് കുർബാനയ്ക്കൊക്കെ വന്നതായിട്ടുള്ള അവസരത്തിൽ മുട്ടുകുത്തുവാൻ പാടില്ലാത്തതായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, വടികുത്തി വന്നതായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു, മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി വന്നതായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഇത്രയും ആളുകളൊക്കെ വരുന്നതിനായിട്ട് താല്പര്യപ്പെട്ടത് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിനായിട്ടും ദൈവവുമായുള്ള സംസർഗം അനുഭവിക്കുന്നതിനായിട്ടുമാണ്. അതുകൊണ്ട് ഇവിടെ ഇല്ലാതെ പോയതായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് എന്നത് എന്നേക്കാളൊക്കെ കൂടുതലായിട്ട് നിങ്ങൾക്കറിയാവുന്നതായിട്ടുള്ള വസ്തുതയാണ്. നമ്മളുടെ കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും ഒക്കെ കൂട്ടിക്കൊണ്ടുവരുവാനായിട്ടുള്ള താല്പര്യം നമുക്ക് വർദ്ധിക്കേണ്ട ഈ കാലഘട്ടത്തിൽ ആവശ്യമല്ലേ. എനിക്ക് കുറച്ച് യുവജനങ്ങളെ കൊയറിൽ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ അല്ലാതെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെ ഇടയിലേക്ക് നോക്കുന്ന അവസരത്തിൽ അങ്ങനെ യുവാക്കളെ എനിക്ക് അധികം കാണുന്നതിനായിട്ട് സാധിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ ഒട്ടും തന്നെ കാണുന്നതിനായിട്ട് സാധിക്കില്ല. 1 or 2 ഇങ്ങനെ കയ്യിലൊക്കെ ഇരിക്കുന്നതായുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഞാൻ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അത് കാണുന്നതിനായിട്ട് ഇടയായി തോന്നിയിട്ടുണ്ട്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് വരുമ്പോൾ ദൈവവചനം നമുക്ക് നല്ലതായിരുന്നു എന്ന് തോന്നിയെങ്കിൽ അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അത് കേൾക്കുവാനിടയാകണം, നമ്മുടെ യുവജനങ്ങൾക്കും അത് കേൾക്കുന്നതിനായിട്ടിടയാകണം. അതുകൊണ്ട് തുടർന്നുള്ളതായിട്ടുള്ള നാളുകളിൽ കൺവെൻഷനിലൊക്കെ പോകുന്നതായിട്ടുള്ള അവസരത്തിൽ ഈ ദിവസങ്ങൾ വേർതിരിച്ച് നിർത്തുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം. ഓരോ ദിവസത്തെയും വചന കേൾവി നമ്മളുടെ ജീവിതത്തെ കൂടുതലായി പുതുക്കുന്നതും
കൂടുതലായിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് നൽകിത്തരുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നിവിടെ ബഹുമാനപ്പെട്ട CV സൈമൺസൺ വളരെ ഹൃദ്യമായിട്ട് നമ്മുടെ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുകയുണ്ടായി. കാണാതെ പോയതായിട്ടുള്ള ആടിനെ അന്വേഷിച്ച് പോകുന്നതായുള്ള ഒരു ഇടയനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായുള്ള വേദഭാഗം ചേർത്താണല്ലോ നമ്മോട് പറഞ്ഞത്. അവിടെ പ്രിയപ്പെട്ട അച്ഛൻ നമ്മോട് പറയുകയുണ്ടായി, ഓഡിറ്റിംഗ് ഉണ്ട്. ആർക്ക്? മാതാപിതാക്കൾ ഭവനത്തിലുള്ള എല്ലാവരും ഭവനത്തിലുണ്ടോ എന്ന് നോക്കുന്നതായുള്ള ഒരു ഓഡിറ്റിംഗ് ഉണ്ട്. അത് പ്രാധാന്യമാണ് എന്നതാണ് അച്ഛൻ പറയുന്നതിനിടെ ശ്രമിച്ചത്. ദൈവത്തിന് ഒരു ഓഡിറ്റിംഗ് ഉണ്ട്, ദൈവം നോക്കുന്നുണ്ട്. ഞാൻ വിളിച്ച് വേർതിരിച്ചതായുള്ള ആളുകളെല്ലാം ഇവിടെ ഉണ്ടോ എന്നത്. വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവം കോപിച്ചതായിട്ട് നാം വായിക്കുന്ന രംഗങ്ങളെല്ലാം തന്നെ ദൈവത്തിന് അകന്നു പോകുന്നതായിട്ടുള്ള, ദൈവത്തോടെ അനുസരണക്കേട് കാണിക്കുന്നതായിട്ടുള്ള, ദൈവത്തിന് അനിഷ്ടമായിട്ട് ചെയ്യുന്നതായിട്ടുള്ള ആളുകളെ കണ്ടുകൊണ്ടാണ് ദൈവം കോപിക്കുന്നത്. യോനായ്ക്ക് എഴുതിയതായുള്ള പുസ്തകമൊക്കെ നാം വായിക്കുന്ന അവസരത്തിൽ ദൈവം നിനവേക്കാരോടെ പോയി പ്രസംഗിക്കുന്നതിനായിട്ടാണ് യോന പ്രവാചകനോട് ആവശ്യപ്പെടുന്നത്. അതിക്രമം കൂടി വന്നതായിട്ടുള്ള അവസരത്തിൽ, ദുഷ്ടത വഷളത്വം വർദ്ധിച്ചു വന്നതായിട്ടുള്ള അവസരത്തിൽ, ആ പട്ടണത്തെ മുഴുവനായിട്ട് നശിപ്പിക്കുന്നതിനായിട്ട് ദൈവത്തിന് ആഗ്രഹമുള്ളതായിട്ടുള്ള അവസരത്തിൽ യോന പ്രവാചകനോട് പറയുന്നത് മാനസാന്തരപ്പെടുന്നതിനായിട്ട് പോയി പ്രസംഗിക്കുക. ആ ഭാഗം അറിയാവുന്നത് കൊണ്ട് ഞാൻ വിശദമാക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നില്ല. ആർദ്രതയോടെ മനസ്സലിവോടെ ദൈവം നിനവെ പട്ടണക്കാരെ വീണ്ടെടുക്കുവാനായിട്ട് താല്പര്യപ്പെട്ടു എന്നുള്ള ഒരു വലിയ സുവിശേഷമാണ് യോന പ്രവാചകൻ്റെ പുസ്തകം വായിക്കുന്ന അവസരത്തിൽ നമുക്ക് കാണാനായിട്ടിടയാവുന്നത്. ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും തെറ്റ് ചെയ്തതായിട്ടുള്ള ആളുകളാണ്, ദൈവത്തിൽ നിന്ന് അകന്നു പോയതായിട്ടുള്ള ആളുകളാണ്. എന്നാൽ അന്നമേ ചേർത്ത് നിർത്തുവാൻ്റെ കാരണം ദൈവത്തിന് പ്രസാദം തോന്നി എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു വസ്തുത കൂടിയാണ്. എന്നെ പ്രിയപ്പെട്ട അച്ഛൻ നമ്മുടെ പ്രസംഗിച്ചതായിട്ടുള്ള അവസരത്തിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നതായിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. നാം കാരണം ഈ സമൂഹത്തിൽ ആരും ഒറ്റപ്പെടുന്നതിനായിട്ടിടയായിത്തീരരുത്. ഞാനൊന്നുകൂടെ ആവർത്തിക്കാം. ഞാൻ കാരണം ഈ സമൂഹത്തിൽ ആരും ഒറ്റപ്പെട്ട് പോകുന്നതിനായിട്ടിടയായിട്ട് തീരരുത്. അങ്ങനെ ഒറ്റയ്ക്ക് അയക്കുന്നതായിട്ടുള്ള രീതിയൊന്നും നമ്മളുടെ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നില്ല. അച്ഛനും ഞാനും ഒക്കെ ഗ്രാമത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആളുകളാണ്. ഞങ്ങളുടെ ഗ്രാമത്തിലൊക്കെ ബസ്സൊക്കെ വന്നതൊക്കെ പിന്നീടാണ്, ബസ് വരാത്തതായുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അവസരത്തിൽ ഭവനത്തിൽ ആരെങ്കിലും വന്നാൽ അവർക്ക് എവിടെയെങ്കിലും ചെന്ന് ഒരു ബോട്ട് കിട്ടുന്ന സ്ഥലത്തോ ഒരു ബസ് കിട്ടുന്നതായുള്ള സ്ഥലത്തോ ഒരു ടാക്സി പിടിക്കാവുന്ന സ്ഥലത്തോ അവിടെ കൊണ്ടുപോയി അവരെ വിടുവാനായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതായിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ വരുന്നതായുള്ള ആളുകളെ നമ്മൾ ഗേറ്റ് വരെയെങ്കിലും ചെന്ന് അവരോട് യാത്ര പറയുന്നതായിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നു. നാം മുഖാന്തരം ഈ ലോകത്തിൽ ആരും ഒറ്റപ്പെട്ടു പോകുവാൻ ഇടയായി തീരരുത് എന്ന് പറയുന്ന അവസരത്തിൽ മറ്റുള്ളവരോടുള്ള കരുതൽ നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരോടുള്ള ആദരവ് വർദ്ധിച്ചു വരേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബോബി അച്ഛൻ നടത്തുന്നതായിട്ടുള്ള അഞ്ചപ്പത്തിൻ്റെ റെസ്റ്റോറൻറ്റിൽ പോവുകയുണ്ടായി. വളരെ നാളുകളായിട്ട് ആഗ്രഹിച്ചു, അത് തുടങ്ങിയതായിട്ടുള്ള അവസരത്തിൽ എന്നെ ക്ഷണിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി. അതിനിടയ്ക്ക് ഞാൻ പോകുന്നതിനായിട്ട് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കുറ്റബോധം എനിക്കുണ്ടായിരുന്നത് കൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ അവിടെ പോവുകയുണ്ടായി. അവിടെ പറയുന്നതായുള്ള കാര്യം അന്നവും അക്ഷരവും. ഇവിടെ വന്ന് ആർക്കും ഭക്ഷണം കഴിക്കാം. ഇവിടെ വരുന്ന എല്ലാവരെയും ആദരവോടുകൂടിയാണ് കാണുന്നത്. ഞാനവിടെ ഇരുന്ന അവസരത്തിൽ ഒരു ലോട്ടറി വിൽക്കുന്നതായുള്ളൊരു മനുഷ്യൻ അതിലെ കയറി വന്ന് കണ്ണ് കാണാനായിട്ട് പാടില്ല. എന്നാൽ അദ്ദേഹം ഇങ്ങനെ ചോദിച്ചും പറഞ്ഞുമൊക്കെയാണ് ഓരോ സ്ഥലത്ത് പോകുന്നത്. അദ്ദേഹം മാന്നാർ ഉള്ളതായിട്ടുള്ളൊരു മനുഷ്യനാണ്. തിരുവല്ലായി വന്നാണ് ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് മാന്നാറിലോട്ട് പോകുന്നത്? കണ്ണ് കാണാനായിട്ട് പാടില്ലല്ലോ. ഞാൻ ആളുകളോട് ചോദിച്ചാണ് പോകുന്നത്. മറ്റുള്ളവരെന്നെ സഹായിക്കുന്നതുകൊണ്ടാണ് പോകുവാൻ സാധിക്കുന്നത്. ലോട്ടറി വിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു 100 രൂപയുടെയെങ്കിലും ആദായം എനിക്ക് കിട്ടുവാൻ്റെ കൊണ്ടല്ല ലോട്ടറി ഓരോ ദിവസവും വിൽക്കുന്നത്. അതുപോലുള്ളതായുള്ള ആളുകളൊക്കെയാണ് അവിടെ കയറി വരുന്നതായിട്ടുള്ള ആളുകൾ. ഞാനവിടെ ഇരിക്കുന്ന അവസരത്തിൽ ശ്രദ്ധിക്കുകയുണ്ടായി, അവിടെ ക്യാഷ്യറൊന്നുമില്ല. അവിടെ പണം വാങ്ങിക്കാനായിട്ട് ചോദിക്കാനായിട്ട് ഒരാളുമില്ല. അവിടെ ഒരു പോസ്റ്റ് ബോക്സാണ് വെച്ചിരിക്കുന്നത്. പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ കാണുന്നൊരു ചുമന്ന പെട്ടിയുണ്ടല്ലോ, അതുപോലൊരു പെട്ടിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. പല ആളുകൾ പോകുന്ന അവസ്ഥയിൽ അവരിടുന്നത് നാണയത്തൊട്ടുകളാണ്. അപ്പോൾ അത് ഇടുന്നതായുള്ള തുക എത്രയുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുന്നു. അത് വീഴുന്നതായ ശബ്ദം ഇങ്ങനെ എനിക്ക് കേൾക്കുന്നതിനായിട്ട് സാധിക്കുമായിരുന്നു.
എന്നാൽ അങ്ങനെയുള്ള ആളുകൾ പോലും വരുമ്പോൾ ആദരവോടെ അവരെ സ്വീകരിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായുള്ളൊരു സമൂഹം. അവിടെ സെർവ് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾ, ഓരോരോ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ്. അവർ സമയം കണ്ടെത്തി വന്ന് വോളണ്ടിയേഴ്സായിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. മനസ്സലിവ് കാട്ടുവാൻ ആദരത്തോടുകൂടി മറ്റുള്ളവരെ വീക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരേണ്ടത് എത്രയോ ആവശ്യമാണ്. ഞാൻ കാരണം ആരും ഒറ്റപ്പെട്ടു പോകരുത് എന്നത് ഞാൻ പറയുകയുണ്ടായി. ആരെയും ഒറ്റയ്ക്കിരുത്തുവാനായിട്ട് പോലും നാം ശ്രമിക്കരുത്. ആരെയും ഒറ്റയ്ക്കിരുത്തുവാൻ പോലും നാം ശ്രമിക്കരുത്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ അവരുടെ വീഴ്ചയിൽ പോലും ചേർത്ത് നിർത്തുന്നതായുള്ള കാര്യങ്ങളൊക്കെ CV സൈമൺ അച്ഛനോട് പറയുകയുണ്ടായി. ഞാൻ വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ടത് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഒരു ഭവനത്തിൻ്റേതായുള്ള സാഹചര്യമാണ്. ആ ഭവനത്തിൽ ഭർത്താവിൻ്റെ ഭാര്യയുണ്ട്, ഒരു മകനുണ്ട്. ഭർത്താവ് സോഫായിൽ കാലൊക്കെ എടുത്തു വെച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏത് ടൈപ്പുള്ള ആളാണ് എന്ന്. ഭാര്യ അവിടെ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് അവിടെ ഭവനത്തിനുള്ളിലുണ്ടായ സംസാരത്തിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണ്. ഞാനൊരു സ്കൂളിൽ പഠിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഞാനൊരു പ്രോഗ്രസ് കാർഡുമായിട്ട് എൻ്റെ അപ്പൻ്റെ അടുത്ത് ചെന്നു. അതിൽ 9-0 90 മാർക്ക് എന്നത് കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രസ് കാർഡുമായിട്ടാണ് അപ്പൻ്റെ അടുത്ത് ചെന്നത്. അപ്പനത് കണ്ട് അവനെ അഭിനന്ദിക്കും, വളരെയധികമായിട്ട് സന്തോഷിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചെന്ന അവസരത്തിൽ അപ്പൻ അവനോട് ചോദിക്കുകയാണ്, അവനെ അറിയാവുന്നതായിട്ടുള്ള അപ്പൻ അവനോട് ചോദിക്കുകയാണ്, നീ അതിൻ്റെ കൂടെ ഒരു 0 കൂടി ഇട്ടതാണോ 90 എന്ന് വരുവാനായിട്ട്? നിനക്ക് 9 മാർക്ക് പോലും കിട്ടുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിനക്ക് ഇങ്ങനെ 90 മാർക്ക് കിട്ടിയത്? അതുകൊണ്ട് അപ്പൻ ചോദിക്കുകയാണ്, നീ ഒരു 0 കൂടി ഇട്ടതാണ്? അവൻ പറയുന്നുണ്ട്, ഞാൻ അപ്പനോട് പല ആവർത്തി പറഞ്ഞു, അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ 0 ഇട്ടിട്ടില്ല. ഈ ഭാര്യയോടും മകനോടും ഒക്കെ ഇത് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ഗദ്ഗതത്തോടെയാണ് പറയുന്നത്, ഞാൻ 0 ഇട്ടിട്ടില്ല. അല്പനേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇട്ടത് 0 അല്ല 9. നിങ്ങൾ ചിരിച്ച പോലെ തന്നെ ആ ഭവനത്തിലുള്ള ആളുകളൊക്കെ ചിരിക്കുന്നത് ആ വീഡിയോയിൽ കൂടെ കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ പറയും പരമണ്ടനാണ് എന്നൊക്കെ പറയും. എന്നാൽ പരമണ്ടനായിട്ടുള്ളൊരുവിനെ ചേർത്ത് നിർത്തുവാനായിട്ട് ആർക്കാണ് കഴിയുന്നത്? നമുക്ക് കഴിയണ്ടേ? ദൈവം ഉപേക്ഷിക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമ്മെ തേടി ഈ ലോകത്തിലേക്ക് വന്നതായുള്ള സ്നേഹവാനായിട്ടുള്ള ദൈവത്തെ നാം മനസ്സിലാക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഈ ദൈവം ആരെയും ഉപേക്ഷിക്കുകയില്ല. വേണ്ടാത്തതായുള്ള ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല എന്നതാണ് സത്യം. വേണ്ടാത്തതായുള്ള ആരെയും ദൈവം സൃഷ്ടിച്ചിട്ടില്ല. കാലം ചെയ്തതായിട്ടുള്ള പ്രീപ്പോസ് ക്രിസോസ്റ്റം തിരുമേനി, കുമ്മനാട്ടുകാരനാണല്ലോ, തിരുമേനി പറയും, എല്ലാ മനുഷ്യരിലും ദൈവം എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട്. എല്ലാ മനുഷ്യരിലും. ഇവിടെ 10 അച്ഛൻ്റെ എണ്ണത്തിൽ 800-ലധികം ആൾക്കാരെ തിങ്ങിക്കൂടിയിരിക്കുന്നതായിട്ടുള്ള അവസരം ആരും മറ്റൊരാളെ പോലെയല്ല. എല്ലാവരും വ്യത്യാസമുള്ളതായിട്ടുള്ള ആളുകളാണ്. എന്നാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ ഓരോ ആളുകൾക്കും ഓരോ പ്രത്യേക കഴിവ്, ഒരു താലന്ത് കൊടുത്തിരിക്കുന്നത് അത് കൂട്ടായിട്ട് അനുഭവിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് 2 താലന്ത്, 5 താലന്ത്, 2 താലന്ത്, 1 താലന്തൊക്കെ കൊടുത്തതായിട്ടുള്ള അവസരത്തിൽ 5 താലന്ത് കൊടുക്കുകയും 2 താലന്ത് കൊടുക്കുകയും ചെയ്തതായിട്ടുള്ള ആളുകളെ നല്ലതിനും വിശ്വസ്തനുമായ ദാസൻ എന്നൊക്കെ വിളിക്കുവാനായിട്ടുള്ള കാരണം അവരത് കൊണ്ടുപോയി വ്യാപാരം ചെയ്തു എന്നുള്ളതാണ്. മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്നതിനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതാണ്. മറ്റുള്ളവരോട് ചേർന്ന് സൗഹാർദ്ദമായിട്ട് സ്നേഹത്തിൽ ജീവിപ്പാനായിട്ട് നമുക്കെല്ലാവർക്കും ഇടയായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. ഞാൻ ഈ കൺവെൻഷൻ ആരംഭിച്ചതായിട്ടുള്ള അവസരത്തിൽ വിതയ്ക്കുന്നതായിട്ടുള്ളൊരു മനുഷ്യൻ്റെ ഉപമയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആ വിതയ്ക്കുന്നതായിട്ടുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിത്ത് തന്നെ അദ്ദേഹം ക്രമപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ക്രമപ്പെടുത്തിയെടുക്കുന്നതായിട്ടുള്ള വിത്ത് വിതയ്ക്കുമ്പോൾ പാടവും ഒരുക്കേണ്ടതായിട്ടുണ്ട്, വിതയ്ക്കുന്നതായിട്ടുള്ള നിലവും ഒരുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഇന്ന് വിഭാവന ചെയ്യുന്നതിനായിട്ട് സാധിക്കും. കാർഷിക പശ്ചാത്തലത്തിൽ നിന്നാണ് നാം എല്ലാവരും വന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ പുല്ലുമൊക്കെ കിളുത്ത് നിൽക്കുന്നതായുള്ളൊരു പാടം അത് കിളച്ച് അത് ഇളക്കി അത് ഒരു പാടത്ത് നെല്ല് ഇടുവാൻ തക്കവണ്ണം പര്യാപ്തമാക്കി തീർക്കുന്നതായുള്ളൊരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സിലൂടെ ആ നിലം ശരിയാക്കി എടുത്തതിന് ശേഷം നല്ല വിത്ത് കൊണ്ടുപോയി ഇടുന്നതിനായിട്ടാണ് വിതയ്ക്കുന്നതായിട്ടുള്ള മനുഷ്യന് താല്പര്യപ്പെടുന്നത്.
എന്നാൽ കർത്താവ് പറഞ്ഞതായുള്ള ഉപമയിൽ ഇങ്ങനെ നല്ല വിത്ത് ഇടുവാനായിട്ട് ആഗ്രഹിച്ച അവസരത്തിൽ അത് ചിലത് നിരത്ത് വീണു, വഴിയിൽ വീണു, ചിലത് പാറപ്പുറത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല നിലത്ത് വീണു. അങ്ങനെയാണ് കർത്താവ് പറയുവാനായിട്ട് ശ്രമിക്കുന്നത്. നല്ല നിലത്തെ വീണതായിട്ടുള്ള വിത്ത് അത് 30, 60, 100 മേനി ഫലം കായ്ക്കുന്നതിനിടയായിട്ട് തോന്നുന്നു. കുർലോസ് തിരുമേനി, നമ്മുടെ സഫ്രക മെത്രാപ്പൊലീത്ത തിരുമേനി നമ്മോട് സംസാരിച്ചതായിട്ടുള്ള അവസരത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ തിരുമേനി സംസാരിച്ചത്. അപ്പോൾ പറഞ്ഞു, കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിക്കണം, എങ്കിൽ മാത്രമേ ഫലം കായ്ക്കുന്നതിനായിട്ട് സാധിക്കുകയുള്ളൂ. തുടർന്ന് വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ഫലം കായ്ക്കുന്നതിനാൽ സ്വർഗസ്ഥനായിട്ടുള്ള എൻ്റെ പിതാവെ മഹത്വപ്പെടുന്നു. തുടർന്ന് പറയുകയാണ്, നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നതിനാൽ സ്വർഗസ്ഥനായുള്ള പിതാവെ മഹത്വപ്പെടുന്നു. അധികം ഫലം കായ്ക്കുവാൻ തൊക്കെ ചെത്തി വെടിപ്പാക്കുന്നതായുള്ളൊരു പ്രോസസ്സൊക്കെ ഉണ്ട്. അങ്ങനെ ചെത്തി വെടിപ്പാക്കുന്നത് നമ്മെ ദുഃഖിപ്പിക്കുന്നതിനായിട്ടില്ല, നമുക്ക് വിഷമം ഉണ്ടാക്കുന്നതിനായിട്ടില്ല. നമ്മളുടെ വിഷമ സാഹചര്യങ്ങളിലൂടെയെല്ലാം ദൈവമക്കളായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തൊക്കെ നമ്മെ പര്യാപ്തമാക്കി എടുക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അങ്ങനെയാണ് ദൈവം നമ്മോട് ഇടപെടുന്നത്. എന്നാൽ ഈ വിതയ്ക്കുന്നതായുള്ള മനുഷ്യൻ്റെ ചില വിത്ത് വഴിയരികിൽ വീണു, അത് പറവുകൾ കുത്തിക്കൊണ്ടുപോയി, പാറസ്ഥലത്ത് വീണു, അത് വെയിൽ അധികം ഉണ്ടായതിനാൽ അത് ഉണങ്ങിപ്പോയി, മുള്ളിനിടയിൽ വീണു, അത് ഞെരുക്കി കളഞ്ഞു എന്നൊക്കെ പറയുന്നതായിട്ടുള്ള സാഹചര്യം നമ്മളുടെ ജീവിതത്തിലും വചന കേൾവിയിലും ഒക്കെ ഉണ്ടാകുവാനായിട്ട് സാധ്യതയുണ്ട് എന്നത് കർത്താവെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളാണ് നാം ജീവിതത്തിൽ ഉളവാകാതിരിപ്പാൻ തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. വഴിയരികിൽ വീഴുന്നതായുള്ള വിത്ത് പോലെ നമ്മളുടെ ജീവിതം വഴിയരികിലായി തീരരുത്. നമ്മളുടെ ജീവിതം ദൈവത്തോടൊന്നിച്ച് ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടതായുള്ള ആവശ്യകതയുണ്ട്. ക്രമമായി ദേവാലയത്തിൽ ആരാധനയ്ക്കായിട്ട് പോകണമെന്ന് ഞാനോ അച്ഛന്മാരോ പറയേണ്ടതായുള്ള ആവശ്യകതയുണ്ടോ? ദൈവമല്ലേ ആരാധനയ്ക്കായിട്ട് ദൈവസന്നിധിയിലേക്ക് വിളിക്കുന്നത്? ദൈവം എന്നെ വിളിക്കുന്നുള്ള ബോധ്യത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇടയായിട്ട് തീരണം. ഇപ്പോൾ ഞാനിവിടെ നോക്കുന്നതായുള്ള അവസ്ഥയിൽ കാണപ്പെടുന്നതായുള്ള സംഖ്യ ആളുകൾ ഇന്ന് വിശുദ്ധ കുർബാനയുടെ അവസ്ഥയിൽ ഇവിടെ ഇല്ലായിരുന്നു എന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി എന്ന് അറിയിക്കട്ടെ. ഇത്രയുമല്ല ഇവിടെ വരേണ്ടത്. ഇന്ന് പ്രിയപ്പെട്ട അച്ഛന്മാരെല്ലാവരും സഹായിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ കുർബാന കൊടുത്ത് തീർക്കുന്നതിനായിട്ടും നേരത്തെ തന്നെ ആരാധന തീരുന്നതിനായിട്ടൊക്കെ ഇടയായിട്ട് തീർന്നു. പ്രിയപ്പെട്ട മാത്യു അച്ഛനും 10 മണിക്ക് തീരുകയുള്ളൂ എന്നാണ് വിചാരിച്ചത്. എന്നാൽ ഇന്ന് 9:30 ആയപ്പോൾ തീരുകയുണ്ടായി നമ്മളുടെ രാവിലത്തെ ആരാധന. ഒരു 1.5 മണിക്കൂർ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് വന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് നമുക്കിടയാവണ്ടേ? നമുക്കിടയാവുന്നത് ആ കൂട്ടായ്മയുടെ ബന്ധം അനുഭവിക്കുന്നതിനായിട്ടാണ്. അന്യോന്യമുള്ള കൂട്ടായ്മയും കർത്താവുമായുള്ള കൂട്ടായ്മയും കുർബാനയിൽ നാം സംബന്ധിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ നിന്നിലും നീ എന്നിലുമായി തീരുന്നതായുള്ള അനുഭവം വിശുദ്ധ കുർബാനയിലൂടെ അനുഭവിപ്പാണ്ടൊക്കെ നമുക്ക് ഇടയായിട്ട് തീരണം. അതുകൊണ്ട് ഇവിടെയാണെങ്കിലും നമ്മളുടെ ദേവാലയങ്ങളിലാണെങ്കിലും നിങ്ങൾ എന്ത് കാരണം പറഞ്ഞാലും പോകാതിരിക്കുന്നതായുള്ള ആളുകളായിട്ടല്ല കാണപ്പെടേണ്ടത്. പിന്നെയോ ദേവാലയത്തിൽ ക്രമമായിട്ട് പോകുന്നതായിട്ടുള്ള ആളുകളായിട്ട് തന്നെ നാം കാണപ്പെടണം. ഒരുപക്ഷേ നമ്മളുടെ പള്ളികളിലൊക്കെ പോകുന്നതായുള്ള അറ്റൻഡൻസ് ഭേദമായിരിക്കാം. ഞാൻ അങ്ങനെ കമ്പയർ ചെയ്തൊന്നുമല്ല പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നത്. ഞാൻ കോഴിക്കോട്ടെ ഇടവയിലിരുന്നതായിട്ടുള്ള വികാരി അച്ഛനാണ്. അവിടെ ബിസിനസ് ചെയ്യുന്നതായുള്ള ആളുകൾ കുന്നംകുളത്തുനിന്നും മറ്റും കോഴിക്കോട് വന്ന് താമസിക്കുന്നുണ്ട്. എന്നാൽ അവരിൽ കാണുന്നതായുള്ള ഒരു പ്രത്യേകത, അവരുടെ വീട്ടിൽ അവരുടെ കടയിൽ തന്നെ ജോലി ചെയ്യുന്നതായുള്ള ആളുകളൊക്കെ മുകളിലത്തെ നിലയിലുണ്ട്. അവർക്ക് ഭക്ഷണമൊക്കെ ആ വീട്ടിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഒരുമിച്ചാണ് അവരെല്ലാം ജോലിക്ക് പോകുന്നത്. അങ്ങനെയുള്ളതായുള്ള സാഹചര്യത്തിൽ പോലും ഞായറാഴ്ച ദിവസം സകുടുംബമായി അപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ചേർന്ന് ആരാധനയ്ക്ക് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ തന്നെ ഞാൻ കേൾക്കുന്നുണ്ടായി. ഞങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഇതിന് സന്ദർശകരായിട്ട് വന്നാൽ, ആ സമയത്ത് വന്നാലും അതിന് മുമ്പേ വന്നാലും ഞങ്ങൾ അവരോട് പറയും, ഞങ്ങൾ ഈ സമയത്ത് ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുന്നവരാണ്, നിങ്ങൾക്കും വരാം. ഞങ്ങൾ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതിനായിട്ട് ശ്രദ്ധിച്ചുകൊള്ളാം, നിങ്ങൾ പോകരുത് എന്നൊക്കെ പറഞ്ഞ് ദേവാലയത്തിൽ വരുന്നതായുള്ള കുടുംബത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അനുഭവം തന്നെ ആയിരിക്കണം നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവേണ്ടത്. ദൈവസന്നിധിയിലേക്ക് നമ്മെ വിളിക്കുന്നു. ആ ബോധ്യത്തോടു കൂടി ദേവാലയത്തിൽ ആരാധനയ്ക്കായിട്ട് വന്നു ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ്റെ കോണം ഇടയായിട്ട് തീരണം. ഇന്ന് ദീപികയുടെ സപ്ലിമെൻ്റ് വായിച്ചതായുള്ള അവസരത്തിൽ ഇന്നത്തെ ചിന്താവിഷയമായിട്ട് C.S. ലൂയിസിനെ കുറിച്ച് ഒരു ലേഖനമാണ് കാണുന്നതിനായിട്ട് ഇടയായിട്ട് തീർന്നത്.
C.S. ലൂയിസ് ഒരു സാഹിത്യകാരനാണ്, പണ്ഡിതനാണ്, ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. ലേമൻ ആണ് എങ്കിൽ തന്നെയും അദ്ദേഹം ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് പല പുസ്തകങ്ങളുണ്ട്, അത് പല ഭാഷകളിലൊക്കെ പ്രസിദ്ധീകരിക്കാൻ ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. എന്നാൽ ദ സ്ക്രൂ ടൈപ്പ് ലെറ്റേഴ്സ് എന്ന് പറയുന്നതായിട്ടൊരു പുസ്തകമുണ്ട്. അതിനകത്ത് 2 പിശാചുക്കളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 2 പിശാചുക്കൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നകറ്റുന്നതായുള്ള സാത്താൻ. ആ 2 ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ഒരുത്തന് മൂത്തതാണ്, ഒരുത്തന് ഇളയവനാണ്. ഇളയവന് ട്രെയിനിങ് കൊടുക്കുകയാണ്, നീ ആളുകളുടെ ഇടയിൽ ഉദാസീനത ഉണ്ടാക്കണം. അങ്ങനെ മനുഷ്യൻ ഉദാസീനനായിട്ട് തീരുമ്പോൾ, നിസ്സംഗരായിട്ട് തീരുമ്പോൾ, ഉത്തരവാദിത്വമില്ലാതായിട്ട് തീരുമ്പോൾ അവർ ദൈവത്തിൽ നിന്നാകുന്ന പോയിക്കോളും. അവർ ദൈവത്തിലേക്ക് വരികയില്ല. ഉദാസീനതയുണ്ടാകുമ്പോൾ, നിസ്സംഗതയുണ്ടാകുമ്പോൾ, ഉത്തരവാദിത്വമില്ലായ്മ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള അവസരത്തിൽ ഇതെല്ലാം ദൈവത്തിൽ നിന്ന് നമ്മെ അകറ്റുന്നതായുള്ള കാര്യങ്ങളാണ് എന്ന് പറയുവാനായിട്ടാണ് ആ പുസ്തകത്തിലൂടെ അദ്ദേഹം ശ്രമിക്കുന്നത്. അതാണ് ഇന്നത്തെ ചിന്താവിഷയമായിട്ട് ദീപികയുടെ സൺഡേ സപ്ലിമെൻറ്റിൽ കൊടുത്തിരുന്നത്. നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്നതായുള്ള ഉദാസീനത, നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്നതായിട്ടുള്ള നിസ്സംഗത, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നതായിട്ടുള്ള ഉത്തരവാദിത്വമില്ലായ്മ. നിങ്ങൾ പലപ്പോഴും ചോദിക്കാവുന്നതായുള്ളൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഈ കർഷകൻ്റെ വിത്ത് വഴിയരികിൽ വീണത്? എന്തുകൊണ്ടാണത് പാറസ്ഥലത്ത് വീണത്? എന്തുകൊണ്ടാണ് മുള്ളിനിടയിൽ വീണത്? ഇതൊക്കെ ഉണ്ടാകുന്നത് ഉദാസീനത കൊണ്ടാണ്. ചെയ്യുന്നതായുള്ള കാര്യങ്ങളെക്കുറിച്ച് വേണ്ടതായുള്ള താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഉത്തരവാദിത്വം ബോധമില്ലാതെ വരുന്നതായുള്ള അവസരം, അങ്ങനെയുള്ളതായുള്ള സാഹചര്യങ്ങളാണ് ഇതെല്ലാം സംഭവിക്കുവാനായിട്ടിടയാവുന്നത്. അതുകൊണ്ട് വഴിയരികെ വീഴുന്നതായിട്ടുള്ള വിത്തുകൾ പറവുകൾ കൊത്തിക്കൊണ്ട് പോകുന്നു. പാറമേൽ വീഴുന്നതായിട്ടുള്ള വിത്തുകൾ വെയിലിൻ്റെ കാറ്റിൻ്റെ നിമിത്തമായിട്ട് കരിഞ്ഞു പോകുന്നു. മുള്ളിനിടയിൽ വീഴുന്നതായിട്ടുള്ള വിത്തുകൾ ജനിക്ക് ഇല്ലാതെയായി തീരുന്നതായിട്ടുള്ള സാഹചര്യം. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതായുള്ള നാം ഓരോരുത്തരും നമ്മളുടെ ജീവിതത്തിൽ നിന്ന് ഉദാസീനത വെടിയേണ്ടത് ആവശ്യമാണ്. ഒരു ആടിനെ മോഷ്ടിച്ചതായുള്ള വ്യക്തിയെക്കുറിച്ച് ഒരിടത്തെ ഞാൻ വായിക്കുകയുണ്ടായി. ആടിനെ മോഷ്ടിക്കുകയാണ് അദ്ദേഹത്തിന് പണി. തൊണ്ടി സഹിതം അദ്ദേഹത്തെ പിടിച്ചതായുള്ള അവസരത്തിൽ അന്ന് കൊടുത്തതായുള്ള ശിക്ഷ അദ്ദേഹത്തിൻ്റെ മുഖത്തെ ചാപ്പ കുത്തുക എന്നുള്ളതാണ്. അതൊരിക്കലും മായ്ച്ചു കളയാൻ പാടില്ലാത്തതായുള്ളതാണ്. അങ്ങനെ കുത്തിയതായിട്ടുള്ള അക്ഷരം എസ് എന്നുള്ളതായുള്ള അക്ഷരമാണ്. ഷീപ്പ് എന്നുള്ളതായിട്ടുള്ള വാക്കിൻ്റെ എസ് ആയിരിക്കാം, സ്റ്റീൽ എന്നുള്ളതായിട്ടുള്ള വാക്കിൻ്റെ എസ് ആയിരിക്കാം. എന്തായാലും സമൂഹം മുഴുവനായിട്ട് ഇവൻ ആടിനെ മോഷ്ടിച്ചതായുള്ളൊരു വ്യക്തിയാണ് അറിയണം എന്ന താല്പര്യത്തിലാണ് അപ്രകാരമുള്ള ഒരു ശിക്ഷ നൽകിയത്. എന്നാൽ അദ്ദേഹം മാനസാന്തരപ്പെട്ടു. അത് കഴിഞ്ഞ് ആടുകളെ തന്നെ വാങ്ങി വളർത്തുന്നതിനായിട്ടും വിൽക്കുന്നതിനായിട്ടും ഒക്കെ ശ്രമിച്ചു. അദ്ദേഹം നല്ല ഒരു കുടുംബമായിട്ടൊക്കെ ജീവിപ്പാനിടയായിട്ട് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ മക്കളും കൊച്ചുമക്കളുമൊക്കെ ഉണ്ടായി. കൊച്ചുമകൻ ഈ പഴയ കഥയൊന്നും അറിയാൻ പാടില്ലാതിരുന്ന അവസരത്തിൽ വല്യപ്പനോട് ചോദിച്ചു, വല്യപ്പ എന്നാ ഈ നെറ്റിയിലെ എസ് എന്ന് കാണുവാനായിട്ട് ഇടയായിട്ട് തീരുന്നത്? വല്യമ്മ ഉടനെ കയറി പറഞ്ഞു, സാൽവേഷൻ എന്നാണ് അർത്ഥം, അവൻ രക്ഷപ്പെട്ടതാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുകയുണ്ടായി. വളരെ ഹ്യൂമറസാണ്. എന്നാൽ നമ്മളുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ അത് മായ്ച്ച് വീണ്ടെടുക്കുവാൻ ഇടയായിത്തീരുന്നതായൊരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം ജീവിക്കുന്നത് എന്നത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. കർത്താവ് ചോദിച്ചതായുള്ളൊരു ചോദ്യം നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ബെഥസ്ദാ കൊള്ളക്കരയിൽ കിടന്നതായുള്ള 38 വർഷമായിട്ട് അവിടെ കിടക്കുന്നതായുള്ള മനുഷ്യനോട് ചോദിക്കുകയാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നുള്ളതായുള്ള ചോദ്യം. നിനക്ക് സൗഖ്യമാകുവാനായിട്ട് മനസ്സുണ്ടോ? ദൈവസന്നിധിയിൽ മനസ്സെ കേന്ദ്രീകരിക്കുന്നതായുള്ള അവസരത്തിൽ മാത്രമാണ് ദൈവമക്കളായിട്ട് ജീവിപ്പാൻ്റെ കോണം നമുക്കിടയായിട്ട് തീരുന്നത്. ദൈവസന്നിധിയിൽ മനസ്സ് വയ്ക്കുന്നതായുള്ള അവസരത്തിൽ മൈൻഡ് സെറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ജീവിതത്തിൻ്റെ നിഷ്ഠകളെക്കുറിച്ച്, ജീവിതത്തിൻ്റെ ഡിസിപ്ലിനെക്കുറിച്ച്, ജീവിതത്തിൻ്റെ ക്രമത്തെക്കുറിച്ച് ഒക്കെ നമുക്കൊരു ബോധ്യമുണ്ടായിരിക്കണം. അതുള്ള അവസരത്തിലാണ് നമ്മളും നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആ ക്രമത്തിലൂടെ കടന്നു പോകുവാനായിട്ടിടയാവുന്നത്. അവിടെയെല്ലാം വന്നിട്ടുള്ള ഉദാസീനതകൾ എത്ര വലുതാണ് എന്നത് നാം തന്നെ ചിന്തിക്കേണ്ടതാണ്. അവിടെയൊക്കെ വന്നിട്ടുള്ള ഉത്തരവാദിത്വ ബോധം നഷ്ടപ്പെട്ടതായുള്ള രംഗങ്ങൾ എത്ര അധികമാണ് എന്നതുകൂടി നാം ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട്.
ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരുന്നതായുള്ള അവസരം ദൈവം നമ്മോട് ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാനായിട്ട് മനസ്സുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യം തന്നുകൊണ്ടാണ്, തിരഞ്ഞെടുപ്പിനുള്ള സ്വാതന്ത്ര്യം തന്നുകൊണ്ടാണ്. ദൈവത്തോട് അടുക്കുന്നതിനായിട്ടുള്ള താല്പര്യം നമുക്കുണ്ടാവാം, ദൈവത്തിൽ അകലുന്നതിനായിട്ടുള്ള താല്പര്യം നമുക്കുണ്ടാവാം. ഈ രണ്ട് കാര്യങ്ങളും സ്വാതന്ത്ര്യത്തോടെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവസരത്തിൽ കൃപാലുവായിട്ടുള്ള ദൈവത്തെ മനസ്സിലാക്കി, സ്നേഹവാനായിട്ടുള്ള ദൈവത്തെ മനസ്സിലാക്കി, ആ ദൈവത്തോടെ ചേർന്ന് നിൽക്കുവാൻ കാരണം നമുക്ക് എവിടെ ഇടയായിട്ട് തീരുന്നു എന്നതത്രേ പ്രാധാന്യം അർഹിക്കുന്നതായിട്ടുള്ള വസ്തുത. എവിടെയാണ് ദൈവത്തോടെ ചേർന്ന് നിൽക്കുവാൻ കാരണം നമുക്ക് ഇടയായിട്ട് തീരേണ്ടത്? എൻ്റെ കർത്താവ് എന്നെ ദൈവത്തെക്കുറിച്ച് പറയുവാൻ നമുക്കിടയാണ്. സെൻറ് തോമസ് അങ്ങനെയാണല്ലോ പറഞ്ഞത്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ഈ ഒരു വാക്ക് എപ്പോഴും നമ്മളുടെ അത്തരങ്ങളിൽ ഉരുവിടുവാൻ കഴിയുന്നതല്ല രീതിയിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ജീവിപ്പാൻ സാധ്യമായിട്ട് തീരേണ്ടത് ആവശ്യമാണ്. വളരെ അടുത്ത സമയത്ത് മനോരമ പേപ്പറിൽ 2 കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഒരു കോളം വരികയുണ്ടായി. അതിനകത്ത് ആ കുഞ്ഞുങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷിപ്പാനായിട്ട് ആഹാരം വേണം, ഞങ്ങൾക്ക് കിടക്കാനായിട്ടൊരിടം വേണം. നമ്മളൊക്കെ വായിച്ച് കടന്നു പോയതായിട്ടുള്ള രംഗമാണ്. കോട്ടയം ഭാഗത്താനത്തുള്ളതായിട്ടുള്ളൊരു കുടുംബമായിട്ടാണ് അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവിടേക്ക് നിയോഗിതനായിരിക്കുന്ന തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി അത് വായിച്ചു. തിരുമേനി അന്ന് മാങ്ങാനം സെൻറ്റ് പീറ്റേഴ്സ് ഇടവകയിലാണ് കുർബാന ചെല്ലുന്നതിനായിട്ട് പോയത്. തിരുമേനി ആ ഇടവകയിൽ ചെന്ന് അവരോട് പറഞ്ഞു, ഞാനിവിടെയൊക്കെ ഈ ഭദ്രാസനത്തേക്ക് വന്നതേ ഉള്ളൂ, കൗൺസിലർ ഒന്നും വിളിച്ചു കൂട്ടിയില്ല, കൗൺസിലുമായിട്ടൊന്നും ആലോചിച്ചിട്ടില്ല, എന്നാൽ ഇവിടെ ഞാൻ ആരംഭിക്കുവാനായിട്ട് പോവുകയാണ്. ആ കണ്ടതായുള്ള 2 കുട്ടികൾക്ക് അവർക്ക് ആഹാരം ലഭിക്കണം, അവർക്ക് കിടക്കാനായിട്ടൊരു കിടപ്പാടും ഉണ്ടാവണം. വെറുതെ തിരുമേനി പറഞ്ഞതല്ല. തിരുമേനി പറഞ്ഞു, ഞാനിത് കണ്ടതായുള്ള അവസരത്തിൽ തന്നെ വാകത്താനത്തുള്ളതായുള്ള നമ്മളുടെ അച്ഛനെ വിളിച്ചു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈ കുഞ്ഞുങ്ങളുടെ കാര്യം, വീട്ടുകാരുടെ കാര്യം നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. സെൻറ്റ് പീറ്റേഴ്സ് മാർത്തോമാ ഇടവകയിൽ തിരുമേനി ജനങ്ങളോട് സംസാരിക്കുന്ന അവസരത്തിൽ പറയുകയുണ്ടായി, ഇത് ഞാൻ ആരംഭിക്കുന്നൊരു പുതിയ പദ്ധതിയാണ്. ഇതിൻ്റെ പേര് മനസ്സ് എന്നാണ്. മനസ്സ് എന്നാണ് എൻ്റെ പേര്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ കാണുന്ന അവസരത്തിൽ ദീർഘമായിട്ട് കരുണ കാണിക്കുന്നതായാലും ദൈവത്തെ അറിയുന്നതായാലും നമുക്ക് കരുണയുള്ളവരായിട്ട് ജീവിപ്പാൻ ഇടയായിട്ട് തീരണമെന്നുള്ള വലിയൊരു പാഠം പുതിയ ഭദ്രാസന അധ്യക്ഷൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മനസ്സ് ഇങ്ങനെയുള്ളതായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കിടക്കാനായിട്ട് ഇടമുണ്ടാവണം, അവർക്ക് ഭക്ഷിപ്പാനായിട്ട് ആഹാരം ഉണ്ടാവണം. എത്ര ആളുകൾക്ക് ഇത് ചിന്തിക്കാനായിട്ട് സാധിക്കും? മനസ്സ് എന്നുള്ളതായിട്ടുള്ള പുതിയ പ്രസ്ഥാനം ആരംഭിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുന്നു. നാം വിതയ്ക്കുന്ന മനുഷ്യൻ്റെ ഉപമയെക്കുറിച്ച് വായിക്കുന്ന അവസരത്തിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, നല്ല വിത്ത് അത് മണ്ണിലേക്ക് എറിയുകയാണ്. എന്തിനു വേണ്ടി? മണ്ണിലേക്ക് എറിയുമ്പോൾ ആ വിത്ത് കുതിരുന്നതിനായിട്ടിടയാവണം, ആ വിത്ത് ചീയുന്നതിനായിട്ടിടയാണ്, ആ വിത്ത് കിളിർക്കുന്നതിനായിട്ടിടയാകണം, ആ വിത്ത് വളർന്നു വന്ന് 30, 60, 100 മേനി ഫലം നൽകുന്നതിനായിട്ടിടയാവണം. ഇതൊരു വലിയ പ്രോസസ്സാണ്. നമ്മുടെ കയ്യിലിരിക്കുന്നതായുള്ള വിത്ത് നല്ല വിത്താണ്, അത് നഷ്ടമാകുവാനായിട്ട് പാടില്ല. ഒരു ചോറ് താഴെ വീണാൽ അത് നോക്കുന്നതായില്ല, ഓഡിറ്റ് ചെയ്യുന്നതായില്ല. പിതാവിനെക്കുറിച്ച് CV സൈമൺസിന് തന്നെ പറയുകയുണ്ടായല്ലോ, ഓരോ മണിയും നെൽമണിയും അത് വീഴേണ്ടതായുള്ള സ്ഥാനത്ത് വീഴുന്നതിനായിട്ട് സാധിക്കണം. വീഴുന്നതായിട്ടുള്ള അവസരത്തിൽ അതിൻ്റെ ഒരു പ്രോസസ്സിങ് ഉണ്ട്. കുതിരുക, ചീയുക, വളരുക, ഫലം കായ്ക്കുക. ഒരുത്തരെൻ്റെ പിന്നാലെ വരുവാനിച്ഛിച്ചാൽ താൻ തേജസ് അതിൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവ് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ഈ ഒരു പ്രോസസ്സിൽ കൂടെ പോകേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട് എന്നാണ് കർത്താവ് സൂചിപ്പിക്കുന്നത്. ഞാൻ നിത്യജീവനെ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് ഒരു യുവാവെ യേശുവിൻ്റെ അടുത്ത് വന്നതായിട്ടുള്ള അവസരത്തിൽ യേശു അവനെ നോക്കി സ്നേഹിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് അവനോട് പറഞ്ഞു, നിനക്ക് നിത്യജീവനാണ് അവകാശമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് പോയി ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇതൊരു പ്രോസസ്സാണ്. നിനക്കുള്ളതെല്ലാം വിറ്റ് ആവശ്യമുള്ളവർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. റാഫേൽ തട്ടിൽ അവനെക്കുറിച്ച് വളരെ വായിക്കുന്നതായുള്ള അവസരമാണല്ലോ ഈ ദിവസങ്ങളൊക്കെ തന്നെ. അദ്ദേഹം മേജർ ആർച്ച് ബിഷപ്പായിട്ട് മാറി എന്നുള്ളത് ദൈവം തിരഞ്ഞെടുത്തതാണ്. ദൈവത്തിന് വിളി കേട്ടതായുള്ള പിതാവ് പറയുകയാണ്, ഈ വിശ്വാസ സമൂഹത്തിൽ നിന്ന്
ഒരാൾ പോലും നഷ്ടപ്പെടുവാൻ ഇടയാവരുത്. ഈ വിശ്വാസ സമൂഹത്തിന് കൂടെയുള്ള ആർച്ച് ബിഷപ്പന്മാരോടൊക്കെ പറയുകയാണ്, ബിഷപ്പന്മാരോട് പറയുകയാണ്, അവിടെയുള്ള മറ്റേ വിശ്വാസികളോട് പറയുകയാണ്, നമ്മളുടെ വിശ്വാസ സമൂഹത്തിൽ നിന്ന് ഒരാൾ പോലും നഷ്ടപ്പെടുവാനായിട്ട് ഇടയാവരുത്. ഇന്ന് രാവിലെ റാഫേൽ തട്ടിനെക്കുറിച്ച് ഒരു ചിത്രീകരണം ഞാൻ കാണുകയുണ്ടായി. നിങ്ങൾ ഒരുപക്ഷെ കണ്ടു കാണും. മാർക്കറ്റിൽ ചന്തയിൽ നിൽക്കുന്നതായൊരു മനുഷ്യൻ, തൃശ്ശൂരാണ്. തൃശ്ശൂരെ പിതാവ് രാവിലെ ഒന്ന് നടന്ന് ദേവാലയത്തിലേക്ക് പോകുന്നതിനായിട്ട് താല്പര്യപ്പെടുകയാണ്. പുറകെ കാറൊക്കെ വരുന്നുണ്ട്. എവിടെയെങ്കിലും വെച്ച് പ്രയാസം തോന്നിയാൽ കാറിൽ കയറി പോകുന്നതിനായിട്ട് കാറ് പുറകെ വരുന്നുണ്ട്. എന്നാലിങ്ങനെ നടന്നു പോകുന്നതായിട്ടുള്ള അവസരത്തിൽ ചന്തയിൽ നിൽക്കുന്നതായിട്ടുള്ള അല്പം മന്ദബുദ്ധിയായിട്ടുള്ള ഒരു മനുഷ്യൻ, അവനെ തിരുമേനി അറിയാം, തിരുമേനിക്ക് അവനെ അറിയാം. അവന് തിരുമേനിയോട് ചോദിക്കുകയാണ്, എൻ്റെ വാക്ക് എന്നോട് ക്ഷമിക്കുക, എടാ റാഫേലെ, നീ എവിടെ പോവുക? അപ്പോൾ തിരിച്ചു ചോദിക്കുകയാണ്, മോനെ, നീ എങ്ങും ആയി ഇതുവരെ വളരുന്നതിനായിട്ട് സാധിച്ചില്ലേ? ഇന്നവരോടൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കൊരു ജോലി കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ അവൻ മറുപടി പറയാണ്, വേണ്ട, എനിക്കിതാണ് സന്തോഷം. ഇവിടെയുള്ള ആളുകളുമായിട്ട് ഇവിടെ ഇടപഴകി ജീവിക്കുന്നതാണ് സന്തോഷം. തിരുമേനി അവനെ ചെന്ന് കെട്ടിപ്പിടിച്ചു എന്നാണ് അതിനകത്ത് രേഖപ്പെടുത്തിയത്. ചെന്ന് കെട്ടിപ്പിടിച്ചു. രാവിലെ കുർബാനയ്ക്ക് പോകുന്നതായിട്ടുള്ള മേൽപ്പട്ടക്കാരനാണ്. അവനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ, നമുക്ക് ഒരു ദൈവമുണ്ട്, ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. നമുക്ക് ഒരു ദൈവമുണ്ട്, ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. എന്നെ കേൾക്കുന്നതായുള്ള പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതം എന്തായിരുന്നാലും, നാം അറിയുന്നതായുള്ള ആളുകളുടെ ജീവിതം എന്തായിരുന്നാലും, നമുക്ക് ഒരു ദൈവമുണ്ട്, ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ എനിക്കും നിങ്ങൾക്കും ഇടയായിട്ട് തീരണം. ആ ഒരു സന്ദേശമായി പോകുവാനൊക്കെ നമുക്കെല്ലാവർക്കും ഇടയായിട്ട് തീരട്ടെ. ഞാൻ കാരണം ആരെയും ഒറ്റയ്ക്കാക്കരുത്. ഒരു മനുഷ്യനും ഒറ്റയ്ക്കായി ജീവിക്കുന്നതായിട്ട് ഞാൻ അനുവദിക്കുകയും വരുത്. ആവശ്യമുള്ള ആളുകൾക്കൊക്കെ കൂട്ടായ്മ നൽകുവാനൊക്കെ സാധിക്കണം. നമ്മുടെ കൂട്ടായ്മ ബന്ധത്തിലൂടെ, നമ്മുടെ വിശ്വാസത്തിലൂടെ. അതേ അവസരത്തിൽ തന്നെ ദൈവത്തെ അറിയാത്തതായുള്ള ആൾക്കാരുണ്ട്, ദൈവമേ എന്ന് വിളിക്കാത്തതായുള്ള ആളുകളുണ്ട്. അവനെ ചേർത്ത് പറയുന്നതിനായിട്ട് സാധിക്കണം, നമുക്കൊരു ദൈവമുണ്ട്, ആ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ വസിപ്പാൻ പ്രിയരെ നമുക്കെല്ലാവർക്കും ഇടയാവട്ടെ എന്നത് ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ എല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. ആശീർവാദം പറയാനായിട്ട് പോവുകയാണ്. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, നിൻ്റെ മക്കളാവുന്ന ഞങ്ങൾ പാപികളും ദോഷികളുമായിരിക്കുന്ന അവസരത്തിൽ തന്നെ നീ ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരികയും ഞങ്ങളെപ്പോലെ മനുഷ്യനായിട്ടെത്തിയിരിക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി നിരത്തുകളിലൂടെയെല്ലാം സഞ്ചരിക്കുകയും യൗവനപ്രായത്തിൽ തന്നെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറുവാൻ തക്കവണ്ണം കാൽവറിയിൽ പരമയാഗമായി തീരുകയും ചെയ്തതായി ഞങ്ങൾ ഈ അവസരം ഓർക്കുന്നു. തന്നോടുകൂടെ ക്രൂശിക്കപ്പെട്ടതായുള്ള കള്ളനോട് ഒരുവനോട് പറയുകയുണ്ടായല്ലോ, ഇന്ന് നീ എന്നോടുകൂടെ പരദീസായിലിരിക്കും. ലോകം കള്ളൻ എന്ന് പറയുന്നതായുള്ള മനുഷ്യനെ, ലോകം ഈ ലോകത്തിൽ അവനെ വേണ്ട എന്ന് പറയുന്നതായുള്ള അവസരത്തിൽ ദൈവത്തിന് നിനക്ക് ആവശ്യമുണ്ട്, നീ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നീ ഇന്ന് എന്നോടുകൂടെ പരദീസായിലിരിക്കും എന്ന് പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ മരണത്തിൻ്റേതായ വേളയിലും അവിടുന്ന് ലോകത്തോട് പറഞ്ഞത് ഞങ്ങൾ ഈ അവസരം ധ്യാനിക്കുന്നു. ദൈവമേ, ഞങ്ങളെ ആക്കിയിരിക്കുന്നത് ഈ ലോകത്തിൻ്റെ വെളിച്ചമായിട്ടും ഈ ലോകത്തിൻ്റെ ഉപ്പായിട്ടും തീരുന്നതിനായിട്ടാകുന്നുവല്ലോ. മറ്റുള്ളവരെ പ്രകാശിതരാക്കുവാൻ തക്കവണ്ണം തണ്ടിന്മേൽ വെച്ചതായ വിളക്ക് പോലെ ശോഭിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉപ്പായിട്ട് മറ്റുള്ളവർക്ക് സ്വാദ് നൽകുന്നതായിട്ടുള്ള ജീവിതത്തെ അർത്ഥവത്താക്കി തീർക്കുന്ന, നഷ്ടപ്പെട്ടു പോകുവാൻ സാധിക്കുന്നതായിട്ടുള്ള ഓരോ ജീവനെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ടെത്തി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതായുള്ള ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും എന്ന് അവർ കൽപ്പിച്ചിട്ടുണ്ടല്ലോ. ആർദ്രതയും മനസ്സരിവും കരുണയുമൊക്കെ ദൈവത്തിൽ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ മറ്റുള്ളവരെ ആദരവോടെ കാണുവാൻ, മറ്റുള്ളവരോട് ദൈവത്തിൻ്റേതായുള്ള കരുണയുടെ തണലിൽ അവരെ നിർത്തുവാൻ ഞങ്ങളെല്ലാം ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചേർന്ന് വന്നിരിക്കുന്ന ജനത്തെ എല്ലാം അനുഗ്രഹിക്കണമേ. നിൻ്റെ ആശീർവാദത്തിലൂടെ ഞങ്ങൾ അയക്കുകയും ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു.
ദയരുടെ കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പരിശുദ്ധ റൂഹായുടെ സംസർഗം, സഹവാസം പ്രിയരെ നമ്മോടെല്ലാവരോടുകൂടെ നാം ഉൾപ്പെടുന്നതായ ഇടവുകളോടുകൂടെ ഈ ഭദ്രാസനത്തോടുകൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ആമേൻ. ഗായക സംഘത്തോട് ചേർന്ന് സ്തുതിപ്പിൻ സ്തുതിപ്പിൻ എന്നുള്ള പാട്ട് പാടാം. ജനത്തിൻ കരച്ചിൽ കരളറിഞ്ഞു കേൾക്കും കാതുള്ളോ ലോക പാപ ചുമടിന് ശിരസ്സു കൊണ്ടു ചുമന്നൊഴിപ്പതിനു കുരിശെടുത്തു ഗോൽഗോഥാവിൽ പോയോനെ സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുവേ. യേശുനാമത്തിനു ജയം അല്ലലെല്ലാം അവനകലെ കളയുമേ. യേശു രാജാവിൻ ദോഷനം നല്ലവനാം യേശുനാഥൻ വരും സർവം വല്ലഭായ യേശുവേ വേഗം വരണമേ. സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ. ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ സ്തുതിപ്പിൻ യേശുദേവനേ.